180 രൂപയ്ക്ക് പുസ്തകം വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% ലാഭം കിട്ടാൻ ഈ പുസ്തകം എത്ര രൂപയ്ക്ക് വിൽക്കണം? നമുക്കിതിലാദ്യം വാങ്ങിയ വില, ലാഭശതമാനം, നഷ്ടശതമാനം, വിറ്റ വില ഇങ്ങനെ എഴുതുക. ഇനി വാങ്ങിയ വില നമുക്കറിയില്ല. ലാഭശതമാനം ആദ്യം 180 രൂപയ്ക്ക് പുസ്തകം വിറ്റപ്പോൾ, അപ്പോൾ ഇവിടെ വിറ്റ വിലയുടെ അവിടെ 180 രൂപ. 10% നഷ്ടം വന്നു, നഷ്ടശതമാനത്തിൻ്റെ അവിടെ 10%. ഈ വരിയിൽ അത്ര എഴുതുക. അടുത്ത വരിയിൽ 10% ലാഭം കിട്ടാൻ, അപ്പോൾ ഇവിടെ 10% ലാഭം കിട്ടാൻ ഈ പുസ്തകം എത്ര രൂപയ്ക്ക് വിൽക്കണം? വിറ്റ വില കാണണം. അപ്പോൾ ഇതിൽ പൊതുവായത്, അതായത് മാറ്റമില്ലാണ്ട് വരെ വാങ്ങിയ വിലയാണ്. അപ്പോൾ നമുക്ക് ഈ വരിയിലത്തെ വിലകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങിയ വില കാണുക. സൂത്രവാക്യം എന്താ? വിറ്റ വില സമം വാങ്ങിയ വില ഇൻറ്റു 100. ആദ്യം നഷ്ടശതമാനമാണ്, കുറയ്ക്കണം. നഷ്ടശതമാനം ബൈ 100. സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. വിറ്റ വില നമുക്കറിയാം എത്രയാണ്? 180 സമം വാങ്ങിയ വില അറിയില്ല, എക്സ് ഇൻറ്റു 100 നഷ്ടശതമാനം കുറയ്ക്കുക. 100 10 കുറച്ചാൽ 90/100. ഇന്ന് എക്സ് കാണുമ്പോൾ ഇൻറ്റു 90/100 ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ എക്സ് സമം 180 ഇൻറ്റു 90/100 എടുക്കുമ്പോൾ ഇൻറ്റു 100/90. റെസിപ്രോക്കൽ ഇട്ടു. നമുക്കിതൊരു 0 വെട്ടിക്കളഞ്ഞാൽ 9 18 2 എന്ന് വരും. വെട്ടിച്ചെടുക്കുമ്പോൾ 2 ഇൻറ്റു 100 200 രൂപയാണ്. എന്ത്? എക്സ് എന്താ? വാങ്ങിയ വില. അപ്പോൾ ഇവിടെ 200 എന്ന് എഴുതുക. 200 അത് തന്നെയാണ് ഇവിടെയും. വാങ്ങിയ വിലയ്ക്ക് മാറ്റമില്ല. ഇനി അടുത്ത വരി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ വരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിറ്റ വില കാണാം. വീണ്ടും ഇതേ സൂത്രവാക്യമാണ്. വിറ്റ വില അല്ലേ, വിറ്റ വില കാണണം. വിറ്റ വില സമം വാങ്ങിയ വില. വാങ്ങിയ വില നമുക്ക് കിട്ടി എത്രയാണ്? 200 ഇൻറ്റു 100 കുറയ്ക്കണം നഷ്ടശതമാനം. പക്ഷേ ഇവിടെ നമുക്ക് ലാഭശതമാനമാണ്. അപ്പോൾ ഇതിന് പകരം 100 പ്ലസ് ലാഭശതമാനം. 100ഉം 10ഉം കൂട്ടിയ 110/100. നമുക്കിതിൽ 2 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു, 100 വെട്ടിക്കളഞ്ഞു. 2 ഇൻറ്റു 110. ഉത്തരം 220 രൂപ.